അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടാലോ. നമ്മൾ ഈ മൈക്രോഗ്രീൻ്റെ ഇലയൊക്കെ ഉണ്ടാക്കി കഴിക്കും അല്ലേ. അത് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ചിയ സീഡ്സും നമ്മുടെ ഫെനോഗ്രിക്കൊക്കെയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയപ്പോൾ ഓർത്ത് വെച്ച് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മുടെ മേത്തി ലീവ്സ്, അതായത് ഉലുവയുടെ ഇല. പൊതുവേ ഇതിനൊരു കനപ്പ് ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് മെഴുക്ക് വരട്ടാനും ഉപ്പേരി ചീരയൊക്കെ വെക്കുന്ന പോലെ ഒന്നും വെക്കാൻ സാധിക്കില്ല കേട്ടോ. പ്രത്യേകിച്ച് മലയാളികൾക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ ഇത് കഴിക്കുന്ന വളരെ ഗുണകരമാണ് കേട്ടോ. വിറ്റമിൻ എ, വൈറ്റമിൻ സി, കാൽഷ്യം, അയൺ, പൊട്ടാഷ്യം, പിന്നെ ഒരു ചെറിയ തോതിൽ ഫൈബറിൻ്റെയും അത്രയും റിച്ച് സോഴ്സുള്ള സംഭവമാണ് കേട്ടോ ഇത്. പക്ഷേ പൊതുവേ മലയാളികൾ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, കാരണം ഇതിനൊരു നേരിയ കനപ്പ് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഡയറ്റ് എടുക്കുന്നവർക്ക് നല്ല അടിപൊളി റെസിപ്പി ആയിരിക്കും കേട്ടോ ഇത്. പൊതുവേ ഇതിനൊരു കനപ്പ് ടേസ്റ്റാണ്. ഇതിൻ്റെ തണ്ടൊക്കെ എടുത്ത് കറി വയ്ക്കാൻ, കറിയിൽ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഭയങ്കര കനപ്പ് ടേസ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ നോർമലി ഉലുവ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെ, അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ഇത് ഉലുവയുടെ ഇലയാണെന്ന് നമുക്ക് അറിയുകയില്ല. ആദ്യം ഞാൻ പരിപ്പ് തലേദിവസമേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒരു 2 വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ഒരു 4 വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്തെടുത്തു. ഇവിടെ മേത്തി ലീവ്സ് കിട്ടുന്ന നല്ല വേരോടുകൂടി തന്നെയാണ് കേട്ടോ. ഞാൻ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ കൂമ്പിലയുള്ള പോർഷൻ മാത്രമാണ് എടുക്കുന്നത്. പക്ഷെ ഇത്തവണ ഞാൻ ഇല മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. കാരണം പരിപ്പിൽ ഒഴിച്ച് വെക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു അരുചി മാറി കിട്ടാൻ വേണം. മാത്രമല്ല കുട്ടികളും കൂടെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂമ്പില മാത്രമാണ് എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മുരിങ്ങയിലയൊക്കെ നന്നാക്കി എടുക്കുന്ന അത്ര പാടൊന്നുമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് വരികയും ചെയ്യും. പിന്നെ ഒരു ഇച്ചിരി കൂമ്പ് ഇത്തിരി കൂടുതൽ അതിൻ്റെ ഇത് പെട്ടുപോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനൊരിച്ചിരി കനപ്പ് ടേസ്റ്റ് വരുമെന്നേ ഉള്ളൂ. ഒരുപാട് തണ്ട് എടുക്കേണ്ട കാര്യമില്ല. ചെറിയ തോതിൽ തണ്ടിൻ്റെ അളവൊക്കെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പൊതുവെ ഇത് നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്നത് ഈ പൊട്ടറ്റോ കൂട്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇത്രയും ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഇല വേർതിരിച്ചിട്ട് ഇത്തിരി കനമുള്ള തണ്ടൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കനം കുറഞ്ഞ കൂമ്പ് തണ്ടൊക്കെ ഞാൻ എടുത്തിട്ടുമുണ്ട് കേട്ടോ. ഒരു ഇത്തിരി ഉപ്പ് വെള്ളത്തിൽ കഴുകി നമ്മൾ എടുക്കണേ. പിന്നെ ഇതൊരിക്കലും മൂടി വെച്ച് വേവിക്കരുത് കേട്ടോ. നിങ്ങൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാൽ പോലും മൂടി വെച്ച് വേവിക്കാൻ പാടില്ല. അതിൻ്റെ കനപ്പ് ടേസ്റ്റ് കൂടുന്നുണ്ട്. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് ആണെന്നാണ് പറയുന്നത്. മെയിൻ ഹെൽത്ത് ബെനിഫിറ്റായിട്ട് പറയുന്നത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും പിന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുമാണ്. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ പരിപ്പ് കുത്തി കാച്ചുമല്ലോ, അതുപോലെ തന്നെയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പക്ഷേ പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് തക്കാളി കൂടി ഇട്ടിട്ടുണ്ട്. ആ ഒരു പുളിരസം കൂടി ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ രുചി നമുക്ക് മാറി കിട്ടുള്ളൂ. ഒന്നുമില്ല, സവോള നന്നായിട്ട് മുരിയിച്ചെടുത്ത് മുളക് പൊടി ഇടുക. ചതച്ച മുളകും കൂടി ഇട്ടാങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് മേത്തി ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കാം. ഇതിന് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഒരു തേങ്ങയിട്ട് കഴിക്കാം കേട്ടോ. ഞാൻ നേരെ പരിപ്പ് അതിനകത്തേക്ക് ഒഴിച്ച് ചാറ് പോലെയാക്കി. നാരങ്ങച്ചാറാണിത്.